ഹലോ, ആൻഡ്രൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. 4 മണിക്ക് എന്താ ഉണ്ടാക്കുന്നത് എന്ന് കരുതി വിഷമിച്ചിരിക്കുവാണോ നിങ്ങൾ? അന്നെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. രാവിലത്തെ കുറച്ച് ദോശമാവുണ്ടെങ്കിൽ അതും കൂടി എടുത്തോയെ, നമുക്ക് കുറച്ച് മസാല ദോശ ഉണ്ടാക്കാം. അതിനെ ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടായിട്ടൊന്ന് കീറി അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ആ സമയത്തേക്ക് ഒരു വലിയ സവാള എടുത്ത് നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. അത് നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ പച്ചമുളകാണ് വേണ്ടിയത്. പച്ചമുളക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. ഏതെടുത്താലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടിയത് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. അത് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകും ജീരകവും കൂടി ഇടുക. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ കുനുകുനാന്നരിഞ്ഞ ഇഞ്ചി ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുക കേട്ടോ. അത് നല്ല ബ്രൗൺ കളർ ആവാൻ ശ്രദ്ധിക്കണേ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പച്ച രുചി നമുക്ക് കഴിക്കുമ്പോൾ കിട്ടും. ഇത് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു മാറ്റി വെച്ചിരുന്ന നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന ആ ഒരു സവാളയില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആ ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒരുപാടങ്ങ് റോസ്റ്റ് ആവുന്ന ടൈപ്പ് ആവണ്ട, അതൊന്ന് വഴന്ന് വരുന്ന ടൈപ്പ് ആവണം കേട്ടോ. ഇനി നമ്മൾ പുഴുങ്ങാൻ വെച്ചിരുന്ന കിഴങ്ങില്ലേ, അത് വെന്തോ നോക്കിയിട്ട് വെന്തെങ്കിൽ അതിങ്ങ് എടുത്തേരെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. അത് കഴിയുമ്പോഴേക്കും അതൊന്ന് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാതെ അതെന്തെങ്കിലും ഒരു ഫോർക്കോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്കൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനൊരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണേ. ഞാനത് എന്തോ വീഡിയോ എടുക്കാൻ അത് വിട്ടുപോയി. അതിലേക്ക് കുറച്ച് 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇനി നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. ഇത് കണ്ടിട്ട് നമ്മുടെ ആൻഡ്രൂനാണെങ്കിൽ ഒരു കളറ് പോരെന്നും പറഞ്ഞിട്ട് അവൻ വന്ന് ഒരു നുള്ളു മുളക് പൊടിയും കൂടെ വന്നിട്ടിട്ടുണ്ട്. നമ്മളെല്ലാ കറിക്കും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആൻഡ്രൂന് അല്ലാതെ മഞ്ഞൾ പൊടി മാത്രം ഇട്ട് കണ്ടപ്പോൾ അവനങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിലേക്കൊരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ കലാപരിപാടിയെ. അപ്പോൾ നമുക്കിനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ദോശമാവ് ഇങ്ങെടുത്തോ. ആ ദോശമാവ് എടുത്ത് നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഈ പാനിൽ പരട്ടിയിരിക്കുന്നത് ദോശ ചുടാൻ വേണ്ടിയിട്ട്. നല്ല പ്ലെയിനായിട്ട് ദോശ പരത്തി എടുക്കാൻ ശ്രമിക്കുക. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ അതിൻ്റെ അകത്തേക്ക് ആ ഒരു മസാല ഫില്ല് ചെയ്ത് നമുക്ക് രണ്ടായിട്ട് മടക്കിയെടുക്കാം. നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ വളരെ ഈസി ആയിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി മേടിച്ച് കഴിക്കുന്ന നമ്മുടെ മസാല ദോശയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ചായയുടെ കൂട്ടത്തിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് ഈ മസാല ദോശ കഴിച്ചാൽ നല്ല ഇതിൻ്റെ കൂടെ ഒരു ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. എനിക്കിത് കഴിച്ചപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചെങ്കിൽ അതിൻ്റെ അകത്തെ ആ ഒരു ഉഴുന്ന് പരിപ്പ് ഇങ്ങനെ വറുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇതിൻ്റെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക.